ഹായ് ഹലോ എവ്രി വൺ. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, സോ കമ്മിങ് ടു ദി പാർട്ട് ഓഫ് അസൈൻമെൻറ്റ്, ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോയ്ക്ക് രണ്ട് ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ആൻ അനലിറ്റിക്കൽ വൺ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളത് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഈ അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ കൂടെ യു ഓൾറെഡി ഹാവ് ആൻ അസൈൻമെൻറ്റ് ഇൻ ഹാൻഡ്. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന PDF യു ഹാവ് ഓൾറെഡി ആൻ അസൈൻമെൻറ്റ് ഇൻ യുവർ ഹാൻഡ്. സോ ഈ അസൈൻമെൻറ്റിൽ എന്തൊക്കെ ഓൾട്രേഷൻസ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സെൽഫ് മെയ്ഡ് പീസ് ഓഫ് അസൈൻമെൻ്റ് ആയിട്ട് ഇതിനെ മാറ്റാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ ദി ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ് ഡിസ്ക്രിപ്റ്റീവ്. Descriptively, you can see a question over there. Okay, the question is explain the essential elements of a valid contract under the Indian Contract Act 1872. Discuss how offer, acceptance, consideration, capacity, free consent and legality of object together determine the enforceability of a contract. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്തെല്ലാമാണ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആകാൻ വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇസ് ഓൾറെഡി ദെയർ. ഓക്കെ, എന്തൊക്കെയാണ് ആ പാർട്ടിൽ നിന്നുള്ള ഒരു 6 ക്യാരക്ടേഴ്സ് അവിടെ പറയുന്നുണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ളത്. സോ അത് എങ്ങനെ എൻഫോഴ്സബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അസൈൻമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. മൂവിങ് ടു ദ ഫസ്റ്റ് പേജ്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ദാറ്റ് ഇസ് എ പേജ് ഓഫ് ഇൻഡെക്സ്. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അസൈൻമെൻറ്റിൽ എന്തൊക്കെ കോണ്ടൻസ് ആണ് ഉള്ളത് എന്ന് ഒരു ഓവറോൾ ഐഡിയ ഫ്രണ്ട് പേജിൽ നിന്ന് വായിക്കുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഫസ്റ്റ് പേജാണിത്. ഓക്കെ, സോ ഇൻ ദ ഇൻഡെക്സ് പേജ് നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ദർ ഇസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദി അസൈൻമെൻറ്റ്, പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് നമ്മൾ പല സെറ്റായിട്ട് അല്ലെങ്കിൽ പല പാർട്ടായിട്ട് നമ്മൾ ആൻസർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദി ഫോർത്ത് പാർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ദർ ഇസ് എ കൺക്ലൂഷൻ, ദർ ഇസ് എ ഫുട് നോട്ട് ആൻഡ് ദർ ഇസ് റെഫറൻസസ്. ഓക്കെ, ഫുട് നോട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് ലാസ്റ്റ് പാർട്ടാകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പ്ലസ് റെഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതും അസൈൻമെൻറ്റിലുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് പേജ്. ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഇസ് എ വെരി ഷോർട്ട് തിങ് ദാറ്റ് വിൽ ടെൽ യു എന്താണ് ഈ അസൈൻമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, സോ വളരെ ഷോർട്ടായിട്ടാണ് ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുന്നത്, ഒരു പേജിലാണ് തന്നേക്കുന്നത്. ഇഫ് യു ലുക്ക് യു ക്യാൻ സീ എന്തൊക്കെയാണ് ഈ അസൈൻമെൻറ്റിൽ വരുന്ന കണ്ടൻറ്റ് എന്നുള്ളത് നമ്മൾ ബ്രീഫായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് പേജ്, യു ക്യാൻ സീ ദി സെക്കൻഡ് പാർട്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് അണ്ടർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872. നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ടായിരുന്ന ഫസ്റ്റ് പാർട്ടാണ്. ബിലോ ദാറ്റ് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ്. എന്തിനാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് കൊടുക്കുന്നത്, ഒരു അസൈൻമെൻറ്റ് എല്ലാവരും ആൻസർ ചെയ്യുന്ന സമയത്ത് സെയിം ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഫീൽ ലൈക്ക് സെൽഫ് റിട്ടൺ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ സെൽഫ് റിട്ടൺ ആണ് എന്ന് തോന്നാൻ വേണ്ടി യു ക്യാൻ യൂസ് ദി ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് ദാറ്റ് ഈസ് ഗീവൺ ഓവർ ദെയർ. രണ്ട് ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. യു ക്യാൻ സീ ദ ഫസ്റ്റ് വൺ ഇസ് ദി ഫണ്ടമെൻ്റൽ എസെൻഷ്യൽസ് ഓഫ് a legally enforceable contract in India. Then you can see key requirements for a valid contract under the Indian Contract Act. ഓക്കെ, രണ്ട് പാർട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ ഈ രണ്ട് ടൈറ്റിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും യു ക്യാൻ യൂസ് ദ സെയിം കോണ്ടൻറ്റ്. ഓക്കെ, അതിൻ്റെ താഴെയുള്ള സെൻറ്റൻസസ് നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാം. ഇനി സെൽഫായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI ടൂൾസിൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കാം. എയ്തർ യു ക്യാൻ യൂസ് ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യാം, ഈ തന്നേക്കുന്ന സെൻറ്റൻസുകൾ റീഫ്രേസ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, എ കോൺട്രാക്ട് ഡസ് നോട്ട് കം ഇൻ ടു എക്സിസ്റ്റൻസ് മെയർലി ബിക്കോസ് 2 parties ഹാവ് സം ഫോം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഡിസ്കഷൻ.
എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് അവിടെ കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോപ്പി ദിസ് സെൻറ്റൻസ്, പേസ്റ്റ് ഏതെങ്കിലും എ ടൂളിൽ പേസ്റ്റ് ചെയ്യുക, മീനിങ് മാറ്റാതെ, വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് റീഫ്രേസ് ദിസ് പെർട്ടിക്കുലർ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഡിഫറെൻറ്റ് രീതികളിൽ എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ദെൻ മൂവിങ് ഓൺ വിത്ത് ദി നെക്സ്റ്റ് തിങ്സ് ഓവർ ദെയർ. താഴത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 2.1 ഫസ്റ്റ് എന്ന് പറയുന്നത് ഓഫറാണ്. എന്താണ് ഓഫർ എന്ന് പറയുന്നത്? നമ്മളുടെ കോൺട്രാക്റ്റിന് വേണ്ട ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓഫറിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ തന്നിട്ടുണ്ട്. യു കാൺട്ട് എഡിറ്റ് ദിസ് ടൈറ്റിൽ. ഓക്കെ, ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഓഫർ, അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നേക്കുന്ന ടൈറ്റിലുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ദാറ്റ് ഈസ് എ ലീഗൽ വേർഡിങ്. ഓക്കെ, കോൺട്രാക്റ്റ് ആക്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ലീഗൽ വേർഡിങ് ആയതുകൊണ്ട് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഡോണ്ട് ഗീവ് ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് ഓവർ ദെയർ. ആ ടൈറ്റിൽ തന്നെ യൂസ് ചെയ്യുക. താഴത്തേക്കുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. ആ പാട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോണ്ടൻറ്റ് ChatGPTക്കോ ജെമിനിക്കോ കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റീഫ്രേസ്ഡ് ഫോർമാറ്റ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓഫറിനെ കുറിച്ച് അവിടെ കാണാം. ദ സെക്കൻഡ് പാർട്ട് ദർ ഇസ് അക്സെപ്റ്റൻസ്. മൂവിങ് ഓൺ ദർ ഇസ് കൺസിഡറേഷൻ, കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അങ്ങനെ 6 പാർട്ട് നമ്മൾ എഴുതി. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനിൽ 2 പാർട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. മൂവിങ് ഫോർവേഡ് ക്വസ്റ്റ്യനിൽ ഒരു രണ്ടാമത്തെ പാർട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 6 കാര്യങ്ങൾ എങ്ങനെ എൻഫോഴ്സബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ച്. അപ്പോൾ തേർഡ് പാർട്ടിൽ നമ്മൾ എന്താണ്, അതിനാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻഫോഴ്സബിലിറ്റി ഓഫ് എ കോൺട്രാക്റ്റ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. യു ക്യാൻ സീ ഓവർ ദെയർ ലീഗൽ എൻഫോഴ്സബിലിറ്റി ഓഫ് ദി കോൺട്രാക്ട്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദി എൻഫോഴ്സബിലിറ്റി ഓഫ് എ കോൺട്രാക്ട് ഇൻ ലോ എന്ന് പറഞ്ഞ് 2 ടൈറ്റിൽ ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നിട്ടുണ്ട്. ആ ഓൾട്ടർനേറ്റീവായിട്ട് തന്നിരിക്കുന്ന ടൈറ്റിലുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. താഴെ തന്നിരിക്കുന്ന കണ്ടൻറ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാം. ഓക്കെ, 3.1 റോൾ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഇൻ എൻഫോഴ്സബിലിറ്റി, റോൾ ഓഫ് കൺസിഡറേഷൻ ഇൻ എൻഫോഴ്സബിലിറ്റി. ഈ വേർഡ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. ഈ ഓഫർ എന്ന് പറയുന്ന വേർഡാണെങ്കിലും കൺസിഡറേഷൻ എന്ന് പറയുന്ന വേർഡാണെങ്കിലും കപ്പാസിറ്റി ഇൻ എൻഫോഴ്സബിലിറ്റി എന്ന് പറയുന്ന വേർഡാണെങ്കിലും ദീസ് ആർ ലീഗൽ ടേംസ്. ഓക്കെ, ലീഗലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നമ്മൾ വേർഡിൻ്റെ മീനിങ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് സിനോണിംസ് ഉണ്ടാകും അല്ലേ. ഒരു വേർഡ് തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ യൂഷ്വലി ഒരു സബ്ജക്റ്റിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പോലെ ലോയുടെ പേപ്പർ ആയതുകൊണ്ട് ഈ ലീഗൽ ടേംസ്, അതായത് നമ്മൾ പറയുന്ന കൺസിഡറേഷൻ, കപ്പാസിറ്റി, അക്സെപ്റ്റൻസ്, ഇങ്ങനെയുള്ള വേർഡ്സ് ചേഞ്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് 3.6 വരെയുള്ള കണ്ടൻറ്റ് അവിടെ കാണാൻ പറ്റും. ദെൻ 3.5 വരെയുള്ള കണ്ടൻറ്റ് കാണാൻ പറ്റും. ദെൻ മൂവിങ് ഓൺ ദി ഫോർത്ത് പാർട്ട്. ഓക്കെ, ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്യണം. ഒരു അസൈൻമെൻറ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. ആ കൺക്ലൂഷനിൽ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ ആദ്യം പറഞ്ഞ പാർട്സ് എല്ലാം നമ്മളൊന്ന് ഷോർട്ടാക്കി. ഓക്കെ, ഓവറോൾ ഇതാണ് നമ്മൾ ഈ അസൈൻമെൻറ്റിൽ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ദെൻ again you can change this conclusion part using the AI tools as I already mentioned. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഫോമിലാക്കാം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഫുട് നോട്ട്സ്. ഓക്കെ, സോ ഫുട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് ടേംസ് ഉണ്ടാകും, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രേസിങ്ങുകൾ നമ്മളുടെ അസൈൻമെൻറ്റുകളിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, അതിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫുട് നോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് ഒരിക്കലും ഫുട് നോട്ട്സ് എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പേജിൽ കൊടുക്കാൻ പാടില്ല. അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അസൈൻമെൻറ്റ് എടുക്കുക. സേ ഫോർ എക്സാമ്പിൾ ഇതിൽ ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് കൺസിഡറേഷൻ. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. യൂഷ്വലി കൺസിഡറേഷൻ എന്ന് പറയുന്ന വേർഡിന് പല അർത്ഥങ്ങളും ഉണ്ടെങ്കിലും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ലീഗൽ ഫ്രേസിംഗ് അനുസരിച്ച് ഈ കൺസിഡറേഷൻ എന്ന് പറയുന്ന വാക്കിന് സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പുറകോട്ട് പോകാം. പുറകോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കൺസിഡറേഷൻ എന്ന് പറയുന്ന വേർഡ് എവിടെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറയുന്ന ദി സ്പെസിഫിക് വേർഡ് ഇഫ് യു ലുക്ക്. ഓക്കെ, ഈ പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ടേക്ക് ദിസ് പെർട്ടിക്കുലർ പേജ്,
ഈ പേജിന് താഴെ ഒരു ഫൂട്ടർ പോലെ ഒരു ലൈൻ കൊടുക്കുക. ദെൻ ഈ ലൈന് താഴെയായിട്ടുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് താഴെ നിങ്ങളുടെ ഫുട് നോട്ടായിട്ടുള്ള കാര്യങ്ങൾ, ആ വേർഡിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, അല്ലെങ്കിൽ ആ വേർഡിൻ്റെ സ്പെസിഫിക് മീനിങ് എന്താണ് എന്നുള്ളത് കൊടുക്കാം. സോ കൺസിഡറേഷൻ ഈ പേജിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പേജിൻ്റെ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ, നിങ്ങളുടെ അസൈൻമെൻറ്റിലുള്ള ഫുട് നോട്ടിലുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ഫ്രീ കൺസെൻ്റ് ആണ് എന്ന് വിചാരിക്കുക. ഫ്രീ കൺസെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫ്രീ കൺസെൻ്റ് എന്ന് പറയുന്ന വേർഡ് വരുന്ന പേജ് എടുക്കുക. ആ പേജിന് താഴെ നമ്മൾ ഫൂട്ടർ എന്ന്, വേർഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫൂട്ടർ സെക്ഷൻ എന്ന് പറയും, ഏറ്റവും താഴത്തെ പാട്ട്. ആ താഴത്തെ പാട്ടിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിന് താഴെ ഫുട് നോട്ടായിട്ട് എന്ത് ചെയ്യുക, ഈ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന സാധനം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ ഡു. ഓക്കെ, ദെൻ വി ഹാവ് റീച്ച് ദി പേജ് ഓഫ് ഫുട് നോട്ട്സ്. ദെൻ ഫുട് നോട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് റെഫറൻസസ് ആണ്. റെഫറൻസസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് സോഴ്സ് ഉപയോഗിച്ചാണ് ഈ അസൈൻമെൻറ്റ് എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഈ അസൈൻമെൻറ്റ് എഴുതിയതെന്നുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെഫറൻസസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ as it is over there. ഓക്കെ, അങ്ങനെ നമുക്ക് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി അസൈൻമെൻറ്റ്, അതായത് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ, നൗ വി വിൽ ലുക്ക് എങ്ങനെയാണ് അനലറ്റിക്കലായിട്ടുള്ള അസൈൻമെൻറ്റ് എഴുതുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞ പോലെ അനലറ്റിക്കലായിട്ടുള്ള അസൈൻമെൻറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളതാണ്, ഓഫ് ദ സെയിം സബ്ജക്റ്റ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. Company Forum Corp wants to alter its articles of association to include a new clause that restricts the voting right of minority shareholders. Analyze the legal implications of this proposed alteration with reference to the Companies Act of 2013. Discuss the conditions under which alterations to the articles of association are permissible and the potential challenges the company might face in implementing this challenge. Okay, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഫോറം കോർപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ഇത് ഓൾട്ടർ ചെയ്യുന്നത്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടി, റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലീഗൽ ഒബ്ലിഗേഷൻസും അതേപോലെ തന്നെ ഇതെങ്ങനെ ഓൾട്ടർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ സാഹചര്യങ്ങൾ, അണ്ടർ വാട്ട് ഓൾ കണ്ടീഷൻസ് നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എഡിറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ സീ ദർ ഇസ് എ പാർട്ട് ഓഫ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ അസൈൻമെൻറ്റിലുള്ള കോണ്ടന്റ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ കാണുന്ന ആൾക്ക് ആദ്യമേ കൊടുക്കാനാണ്. ഫ്രം ഇൻട്രൊഡക്ഷൻ ടു റെഫറൻസസ് ഓൾ ദ പാർട്സ് ആർ ദെയർ. ദെൻ മൂവിങ് ഓൺ ടു ദി ഇൻട്രൊഡക്ഷൻ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പേജിൽ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് എന്നുള്ളത് AI ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് ആക്കാം. ദെൻ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇസ് ദെയർ. ഇഫ് യു ലുക്ക് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് 2 ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് 2 ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് റീഫ്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പാർട്ട്, ലീഗൽ പ്രൊവിഷൻസ് ഫോർ ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അണ്ടർ ദ കമ്പനീസ് ആക്ട്. വീണ്ടും എഗെയിൻ നിങ്ങൾക്ക് 2 ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് കാണാം. ഈ 2 ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ താഴെയുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് AI ടൂൾസ് ഉപയോഗിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീഫ്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ റീഫ്രേസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സജഷൻ പറയാം. നിങ്ങളിപ്പോൾ ChatGPT ജെമിനിയോ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് ലൈക്ക് AI റിട്ടൺ. ഓക്കെ, AIയുടെ ഒരു റൈറ്റിംഗ് പാറ്റേൺ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കാം, മേക്ക് ഇറ്റ് ലൈക്ക് ഹ്യൂമൻ റിട്ടൺ ആൻഡ് അവോയ്ഡ് AI ഡിസ്ജങ്ഷൻസ്. ഓക്കെ, അവോയ്ഡ് AI ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹ്യൂമൻ റിട്ടൺ ആയിട്ടുള്ള ഒരു ഫീലിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻമെൻറ്റ് കിട്ടും. ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് പാർട്ട്, കണ്ടീഷൻസ് ഫോർ വാലിഡ് ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എഗെയിൻ
അഗെയിൻ യു ക്യാൻ സീ ഓവർ ദെയർ 2 ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് ഉണ്ട്. ആ 2 ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വീണ്ടും അനാലിസിസ് ഓഫ് പ്രൊപ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ മൈനോറിറ്റി വോട്ടിംഗ് റൈറ്റ്സ് 2 ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, ടൈറ്റിൽസ് മാറി യൂസ് ചെയ്യാം. ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ് വീണ്ടും 2 ടൈറ്റിൽസ് നിങ്ങൾക്ക് മാറി യൂസ് ചെയ്യാം. പൊട്ടൻഷ്യൽ ചലഞ്ചസ് വീണ്ടും ടൈറ്റിൽസ് 2 ഓൾട്ടർനേറ്റീവ് തന്നിട്ടുണ്ട്, യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഈ പാർട്ടെല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു മൂവ് ഓൺ ടു ദി പാർട്ട് ഓഫ് കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ബ്രീഫായിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. കൺക്ലൂഡ് ചെയ്താൽ യു ഹാവ് ദി പാർട്ട് ഓഫ് ഫുട് നോട്ട് സെക്ഷൻ. ഓക്കെ, ഇതിൽ ഫുട് നോട്ട്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാവുന്നത് നിങ്ങൾ ആൻസർ ചെയ്ത കോണ്ടൻറ്റിൻ്റെ സമയത്ത് ചില സെക്ഷനുകളെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കമ്പനീസ് ആക്ടിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ദർ ഇസ് സെക്ഷൻ 14, ദർ ഇസ് സെക്ഷൻ 11/4, ദർ ഇസ് സെക്ഷൻ 2, 3, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ സെക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള റീഡർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുട് നോട്ടിൽ നിങ്ങളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ കമ്പനീസ് ആക്ട് സെക്ഷൻ 14 ഓൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കോണ്ടൻറ്റിൻ്റെ പാർട്ടിൽ എവിടെയാണ് കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 14 പറഞ്ഞേക്കുന്നതെന്ന് പോയി നോക്കുക. അവിടെ പോയിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ചെയ്ത പോലെ തന്നെ ഫൂട്ടർ എന്ന് പറഞ്ഞ് ഒരു ലൈൻ പോലെ കൊടുക്കുക. അതിന് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫുട് നോട്ടായിട്ട് ഇത് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ റെഫറൻസ് പാർട്ടാണ്. റെഫറൻസ് പാർട്ട് ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ അസൈൻമെൻറ്റ് റൈറ്റ് ചെയ്തതെന്നുള്ളതാണ്. യു ക്യാൻ കോപ്പി ദിസ്, ഇത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇതാണ് 2 പാർട്സ് ഓഫ് അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ അനലറ്റിക്കലും രണ്ടും ആൻസർ ചെയ്തേക്കുന്ന രീതി ഈസ് വെരി സിമിലർ. ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ബട്ട് ദി തിങ് ഇസ് അനലറ്റിക്കലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കലി ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, സോ ഈ പറഞ്ഞ ടിപ്സും അതേപോലെ തന്നെ സ്ട്രാറ്റജീസും എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.